IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തകർത്ത ഡൽഹി ക്യാപിറ്റൽസ് 7 വിക്കറ്റിനായിരുന്നു ഡൽഹിയുടെ ജയം. ബാംഗ്ലൂർ ഉയർത്തിയ 182 റൺസ് വിജയലക്ഷ്യം 20 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഡൽഹി മറികടന്നത്. ഫിലിപ്പ് സാൾട്ടിന്റെ തകർപ്പൻ വെടിക്കെട്ടാണ് ഡൽഹിക്ക് അനായാസ ജയം സമ്മാനിച്ചത്. പട്ടികയിൽ ഒന്നാമതുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് ലീഡ് ഉയർത്തുക ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ഒരുപിടി മാച്ച് വിന്നർമാരുള്ളതിനാൽ ഗുജറാത്തിന് ആശങ്ക ഒട്ടുമില്ല. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ബാറ്റിംഗ് നിരയും റാഷിദ് ഖാനും മുഹമ്മദ് ഷമി നയിക്കുന്ന ബൌളിംഗ് നിരയും ശക്തം. ഹർദിക്കിന്റെയും വിജയ് ശങ്കറിന്റെയും ഓൾറൗണ്ട് മികവ് കൂടി ചേർന്നാൽ കാര്യങ്ങൾ എളുപ്പം. അതേസമയം റോയൽ ചലഞ്ചേഴ്സിനെതിരായ പരാജയത്തിനും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ വാഷൌട്ട് മത്സരത്തിനും ശേഷം വിജയവഴിയിൽ തിരിച്ചെത്തുക ലക്ഷ്യമിട്ടാണ് ലക്നൌവിന്റെ വരവ്. പരിക്കേറ്റ ക്യാപ്റ്റൻ KL രാഹുലും പേസർ ജയദേവ് നദ്ഗട്ടും പുറത്തായത് ടീമിന് തിരിച്ചടിയാണ്. രാഹുലിന്റെ അഭാവത്തിൽ കൃണാൽ പാണ്ഡ്യ നായകനായെത്തുമ്പോൾ സഹോദരന്മാർ നയിക്കുന്ന ടീമുകളുടെ പോരാട്ടം എന്ന പ്രത്യേകതയും മത്സരത്തിനുണ്ട്. ടോപ്പ് ഓർഡർ തിളങ്ങിയില്ലെങ്കിൽ ലക്നൌവിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. 2 തുടർ തോൽവികളുടെ ക്ഷീണം മാറ്റണം രാജസ്ഥാന്. ബട്ട്ലറും സഞ്ജുവും ഹെറ്റ്മെയറും ഫോമിലെത്തിയില്ലെങ്കിൽ ടീമിന് കാര്യങ്ങൾ അത്ര കണ്ട് എളുപ്പമാവില്ല. ബാറ്റർമാരുടെ മോശം പ്രകടനം തന്നെയാണ് ഹൈദരാബാദിന്റെയും വെല്ലുവിളി. സെഞ്ചുറി നേടിയതിനു ശേഷം അടുത്ത 8 മത്സരങ്ങളിൽ 63 റൺസ് മാത്രമാണ് ഹാരി ബ്രൂക്കിന് സ്വന്തമാക്കാനായത്. ടോപ്പ് ഓർഡറിൽ റൺ കണ്ടെത്താനാകാത്തത് മധ്യനിരയും സമ്മർദ്ദത്തിലാക്കുന്നു. ഭുവനേശ്വർ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിരയും സ്ഥിരത പുലർത്താത്തത് ആശങ്കയാണ്. 10 മത്സരങ്ങളിൽ 5 ജയവും അത്ര തന്നെ തോൽവിയുമായി 4ാം സ്ഥാനത്തുണ്ടെങ്കിലും പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ രാജസ്ഥാന് ഹൈദരാബാദിനെതിരെ ജയിക്കേണ്ടതുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനും മത്സരം നിർണായകം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.